ഹായ് എവരിവൺ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റലിലെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം എന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ കമ്പനി ഇഷ്യൂ 10,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹100 ഈച്ച് അറ്റ് എ പ്രീമിയം ഓഫ് 10%. The company has been paying 20% dividend to equity shareholders for the past 5 years and expect to maintain the same in the future also. Compute cost of equity capital. സോ ഇത്രയാണ് ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ എ കമ്പനി ഇഷ്യൂസ് 10,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹100 ഈച്ച് അറ്റ് എ പ്രീമിയം ഓഫ് 10%. എന്ന് വെച്ചാൽ എന്താണ്? ഒരു കമ്പനി 10,000 ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തു. ഓരോ ഇക്വിറ്റി ഷെയറിന്റെയും വാല്യൂ എന്ന് പറയുന്നത് ₹100 ആണ്. ഈച്ച് അറ്റ് എ പ്രീമിയം ഓഫ് 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇക്വിറ്റി ഷെയർസും റെഡീം ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സ്ട്രാ, അതായത് ഒരു പ്രീമിയം ആയിട്ട് 10% കൂടെ കൊടുക്കണം. The company has been paying 20% dividend to equity shareholders for the past 5 years and expect to maintain the same in the future also. കമ്പനി കഴിഞ്ഞ 5 വർഷമായിട്ട് ഡിവിഡൻഡ് ആയിട്ട് 20% ഓരോ ഇക്വിറ്റി ഷെയർ വാല്യൂന്റെ മുകളിലും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് എക്സ്പെക്ട് ടു മെയിൻറ്റെയിൻ ദ സെയിം ഇൻ ദ ഫ്യൂച്ചർ ഓൾസോ. ആൻഡ് അവര് ഈ ഒരു സെയിം റേറ്റ്, അതായത് 20% തന്നെയാണ് ഫ്യൂച്ചറിലോട്ടും മെയിൻറ്റെയിൻ ചെയ്യാൻ പോകുന്നത്. സോ കമ്പ്യൂട്ട് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ. ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. സോ ഇനി ഇതിനകത്ത് നമ്മൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള നമ്മുടെ ഇക്വേഷൻ എന്താണ്? KE, അതായത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ഈസ് ഇക്വൽ ടു DPS, ഡിവിഡൻഡ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ MPS, മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഓർ നെറ്റ് പ്രൊസീഡ്സ്. ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് DPS ഡിവൈഡഡ് ബൈ MPS ഓർ നെറ്റ് പ്രൊസീഡ്സ്. ഇനി ഇതിലെ ഓരോ കോമ്പോണന്റും നമ്മൾ കണ്ടെത്തണം. ഫസ്റ്റ് നോക്കൂ, DPS എന്തത്? ഡിവിഡൻഡ് പെർ ഷെയർ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓരോ ഇക്വിറ്റി ഷെയറിനും, അതായത് ഒരു ഇക്വിറ്റി ഷെയറിന്റെ വാല്യൂ എന്ന് പറയുന്നത് ₹100 ആണ്. ഈ 100ന്റെ മുകളിൽ 20% കമ്പനി എന്ത് കൊടുക്കുന്നത്? ഡിവിഡൻഡ് കൊടുക്കുന്നത്. സോ ₹100 ഇൻറ്റു 20% എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും വരുന്നത്? 100ന്റെ 20%, ദാറ്റ് ഈസ് ₹20. ഇനി അടുത്ത കോമ്പോണന്റ് എന്താ നോക്കൂ, മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ, അതല്ലെങ്കിൽ നെറ്റ് പ്രൊസീഡ്സ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയറിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ആകെ പറഞ്ഞിട്ടുള്ളത് നെറ്റ് പ്രൊസീഡ്സ് ആണ്. ഈ നെറ്റ് പ്രൊസീഡ്സ് എത്ര അവര് പറയുന്നത്? 100ന്റെ മുകളില് എക്സ്ട്രാ 10% എക്സ്ട്രാ, സോ പ്ലസ് 10% ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് അതല്ലെങ്കിൽ മറ്റു രീതിയിൽ കണ്ടെത്തുക എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെ കണ്ടെത്താം? 100 പ്ലസ് ആ 100ന്റെ മുകളില് 10%. ഈ രണ്ട് രീതിയിലും നമുക്ക് ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യാം. സിമ്പിൾ ആയിട്ടുള്ളതാണ്. സോ ഇതിന്റെ ആൻസർ വരുന്നത് ₹110 ആയിരിക്കും. സോ നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത് 110 ആണെന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഇത് ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇസിക്കൽ ടു DPS എന്ന് പറയുന്നത് എത്രയാണ്? ₹20 ഡിവൈഡഡ് ബൈ MPS എന്ന് പറയുന്നത് എത്രയാണ്? ₹110. ഇനി KE എന്ന് പറയുന്നത്, അതായത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുന്നത് എപ്പോഴും പെർസെന്റേജ് ഫോമിലായിരിക്കും. സോ നമ്മൾ എന്ത് കൂടെ അപ്ലൈ ചെയ്യണം? ഇൻറ്റു 100 കൂടെ അപ്ലൈ ചെയ്യണം. ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും? 18.18%. അതായത് നമ്മുടെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുന്നത് 18.18% ആയിരിക്കും.